ഒരു ഫംഗ്ഷനൊക്കെ പോകാണ്ട് അതല്ല നമ്മുടെ സ്കിന്നൊന്ന് ഡള്ളായിട്ടൊക്കെ തോന്നുകയാണെങ്കിൽ പെട്ടെന്നൊരു ഫേഷ്യൽ ചെയ്താലോ. ഹൈഡ്രാ ഫേഷ്യലിൻ്റെ ഡ്യൂപ്പാണ് നമ്മൾ ചെയ്യുന്നത്. ഹൈഡ്രാ ഫേഷ്യലിന് എത്ര രൂപയാകുമെന്ന് നിങ്ങൾക്കൊന്ന് അറിയായിരിക്കും. എന്നറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞു തരാം. 4000 മുതൽ ഏറ്റവും കുറഞ്ഞത് 4000 ആണ്. അത് മുതൽ 8000, 12000, 25,000 വരെ റേറ്റ് ഉണ്ട്. പക്ഷെ അത്രയ്ക്കൊന്നും വേണ്ടല്ലോ. അതുകൊണ്ട് നമുക്ക് വീട്ടിൽ വെച്ചിട്ട് നമ്മുടെ ഹോം മെയ്ഡ് ആയിട്ടുള്ള ഐറ്റംസ് വെച്ച് എങ്ങനെയാണ് ഹൈഡ്രാ ഫേഷ്യലിൻ്റെ ഡ്യൂപ്പ് ചെയ്യുന്നത് നോക്കാം. ഇത് നമുക്ക് നന്നായിട്ട് സ്കിൻ ഗ്ലോ ആകാനും സ്കിന്നൊന്ന് ബ്രൈറ്റ് ആവാനും എല്ലാത്തിനും സഹായിക്കുന്നതാണ്. അതോടൊപ്പം വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. നല്ല ബ്രൈറ്റ്നസ് തരും. സ്കിന്നൊക്കെ ടാൻ അടിച്ച് ഡള്ളായി പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് റെജുവിനേറ്റ് ചെയ്ത് റിപ്പയർ ചെയ്തെടുക്കാനും ഒരു സ്പെഷ്യൽ ഡേക്ക് നമ്മളെ പ്രിപ്പയർ ചെയ്യാനും നമ്മുടെ സ്കിന്നിനെ പ്രിപ്പയർ ആക്കാനും എല്ലാത്തിനും സഹായിക്കുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ തന്നെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. സോ വീഡിയോ സ്കിപ്പാക്കാണ്ട് മുഴുവനും കണ്ടു നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. സോ ലൈക്ക് ചെയ്യാനും മറക്കണ്ട. എന്നെ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ഫാമിലി. സോ ആദ്യം തന്നെ ഈ ഒരു ഹൈഡ്രാ ഫേഷ്യൽ ചെയ്യുന്നതിൻ്റെ മെയിൻ പർപ്പസ് എന്ന് വെച്ചാൽ ഒരു സ്പെഷ്യൽ ഒക്കേഷൻ മാത്രമല്ല. നമ്മളിപ്പം സാറ്റർഡേ സൺഡേ ഒക്കെ ലീവ് കഴിഞ്ഞ് കോളേജിലോട്ടോ അല്ലെങ്കിൽ ഓഫീസിലോട്ടോ പോകുന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്ത് നോക്കാം. ആദ്യത്തെ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ ഐസ് ഫേഷ്യലാണ്. ഐസ് ഫേഷ്യൽ ചെയ്യുന്നതിനായിട്ട് നമുക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് എടുക്കുക. എന്നിട്ട് ഓരോന്ന് വെച്ച് നമുക്കൊന്ന് സ്കിന്നിലോട്ട് മസാജ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ എടുത്തിട്ട് വന്നത് കുറച്ചൊന്ന് അലിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ബാക്കിയുള്ളത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇത് നിങ്ങൾക്ക് ഇങ്ങനെ ഡയറക്റ്റ് വെച്ച് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു തുണിയിലോ ചെറിയൊരു കർച്ചീഫിലോ തിന്നായിട്ടുള്ള കർച്ചീഫിലോ കോട്ടൺ മസ്ലിൻ ക്ലോത്തിലോ ഒക്കെ പൊതിഞ്ഞിട്ട് അത് വെച്ചും നമുക്കൊന്ന് സ്കിന്നിലോട്ട് മസാജ് ചെയ്യാം. അപ്പോൾ മസാജ് ചെയ്യേണ്ട ചെറുതായിട്ടൊന്ന് വെച്ച് കൊടുത്താൽ മതി. ഇനി ഇതൊന്നും അല്ലാന്നുണ്ടെങ്കിൽ ഒരു വലിയ ബൗൾ എടുക്കുക. അതിലോട്ട് കുറേ ഐസും കുറേ വെള്ളവും ഒഴിക്കുക. എന്നിട്ട് നമുക്കത് മുഖം അങ്ങനെ മുക്കി വെക്കുന്ന ടെക്നിക്ക് ഉണ്ടല്ലോ, അതും ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇന്ത്യയിൽ അത്രയും വലിയ ബൗളില്ല, അതുകൊണ്ടാണ് ചെയ്യാത്തത്. ഉറപ്പായിട്ട് ഞാനൊരു ബൗൾ വാങ്ങുന്നതായിരിക്കും. എനിക്കത് ഭയങ്കര ഇഷ്ടമായിട്ടോ. കണ്ണിനകത്തൊക്കെ നല്ല തണുപ്പ് കിട്ടും. സൂപ്പറാണ്. എക്സസ് ആയിട്ടുള്ള വെള്ളം തുടച്ച് മാറ്റുക. എന്നിട്ട് ഇതുപോലൊരു പഞ്ഞി എടുക്കുക. പഞ്ഞി ഇത് തന്നെ വേണമെന്നില്ല, ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഇത് ഞാനിങ്ങനെ മുഖത്ത് യൂസ് ആക്കാൻ വേണ്ടിയിട്ട് മേടിച്ച് വെച്ചതാണ്. ഇതിൻ്റെ ലിങ്കൊക്കെ ഉണ്ട്, ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. ഫ്ലിപ്കാർട്ടിൽ അവൈലബിൾ ആണ്. 2-3 എണ്ണമായിട്ടേ കിട്ടുള്ളൂ. പക്ഷെ ഞാൻ വിചാരിക്കുന്നത് 2-3 എണ്ണം നമുക്ക് ആവശ്യം വരും. കാര്യം ഇത് നല്ലോണം യൂസ് ആകുന്നുണ്ട്. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് മിൽക്ക് വെച്ചിട്ട്, അതായത് പാല് വെച്ചിട്ട് ക്ലെൻസ് ചെയ്ത് കൊടുക്കാം. ക്ലെൻസിങ് ആണ് ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനായിട്ട് ഒരു ബൗളിൽ 1 സ്പൂൺ പാൽ എടുത്തിട്ടുണ്ട്. ബൗളല്ല കേട്ടോ, ഞാനൊരു ഗ്ലാസ്സാണ് എടുത്തത്. ആ ഗ്ലാസ്സിൽ ഇങ്ങനെ മുക്കുക. പഞ്ഞി മുക്കിയതിന് ശേഷം പിഴിഞ്ഞെടുക്കുക. ഒരുപാട് പിഴിയണ്ട, ഡ്രൈ ആക്കി എടുക്കരുത്. പഞ്ഞിയിൽ നമ്മളിങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ ഫുള്ള് പോകാനും ചാൻസ് ഉണ്ട്. അത്രയും വേണ്ട, കുറച്ച് പാലൊക്കെ ഇരിക്കണം. എന്നിട്ട് ഇതുപോലെ ഒന്ന് തുടച്ചെടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പം നന്നായിട്ട് ക്ലീൻ ആകും കേട്ടോ. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഡേർട്സോ അല്ലെങ്കിൽ മേക്കപ്പിൻ്റെ ബാക്കിയൊക്കെ പറ്റി പിടിച്ചിരിക്കുന്നുണ്ട്, പൊടി പടലങ്ങളൊക്കെ പറ്റി പിടിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്യാനായിട്ട് ഈ ഒരു മെത്തേഡ് നന്നായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് തുടച്ചെടുത്താൽ മതി. മേക്കപ്പൊക്കെ റിമൂവ് ചെയ്യാൻ പാല് യൂസ് ആക്കാറുണ്ട്. നന്നായിട്ട് ക്ലെൻസിങ് മിൽക്ക് എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? അതുപോലെയൊക്കെ നമുക്ക് യൂസ് ആക്കാൻ പറ്റുന്നതാണ്. സ്കിന്നിന് ഒരു നമ്മുടെ സൺ ടാനും പിഗ്മെൻറ്റേഷനും ഇങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയൊക്കെ അങ്ങനെ ഒരുപാടുള്ളവരാണെങ്കിൽ സ്ഥിരമായിട്ട് ഇതുപോലെ പാല് വെച്ചൊന്ന് ക്ലെൻസ് ചെയ്ത് നോക്കൂ. നല്ല രീതിയിൽ മാറ്റം ഉണ്ടാവും. കുറച്ച് ദിവസം കണ്ടിന്യൂസ് യൂസ് ആക്കണം, എന്നാലേ നമുക്ക് ആ വ്യത്യാസം അറിയാനായിട്ട് പറ്റുള്ളൂ. ആ ഒരു ക്ലെൻസിങ് പ്രോസസ്സ് ചെയ്തതിന് ശേഷം എക്സസ് ആയിട്ടുള്ള പാല് മുഖത്തുനിന്ന് തുടച്ച് മാറ്റാനായിട്ട് പഞ്ഞി നന്നായിട്ട് പിഴിയുക. എന്നിട്ട് ആ പഞ്ഞിയിലോട്ട് ഈ പാലൊക്കെ ഇങ്ങനെ തുടച്ചെടുത്താൽ മതി. ഇതാണ് നമ്മുടെ ക്ലെൻസിങ് കഴിയുമ്പോൾ തന്നെ നല്ലൊരു മാറ്റം, ഫ്രഷ്നെസ് ഒക്കെ മുഖത്ത് ഫീലാകും. ഇപ്പോൾ നമ്മൾ ആഴ്ചയിൽ 5 ദിവസം അല്ലെങ്കിൽ 6 ദിവസം ജോലിക്ക് പോവുകയാണ്, ക്ലാസ്സിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ടൈമെല്ലാം ട്രാവൽ ചെയ്തതിൻ്റെ പൊടി പടലങ്ങളൊക്കെ പറ്റി പിടിച്ചിരിക്കില്ലേ. അപ്പോൾ വീക്കെൻഡിൽ ഇതുപോലൊരു ക്ലീനപ്പ് കൊടുക്കുന്നത് നല്ലതാണ്. ഹൈഡ്രാ ഫേഷ്യലാണ്. അതോടൊപ്പം നമ്മളിതുപോലെ നന്നായിട്ട് ക്ലെൻസും ചെയ്യുന്നത്, പാല് വെച്ച് ചെയ്യുന്നത് ഭയങ്കര നല്ലതാണ്. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് സ്ക്രബാണ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. സ്ക്രബ് പ്രിപ്പയർ ചെയ്യാനായിട്ട് വേണ്ടിയിരുന്നത് കോഫി പൗഡറാണ്, കാപ്പിപ്പൊടി, അതും അലോവേര ജെല്ലുമാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. കറ്റാർ വാഴയുടെ നീരും കാപ്പിപ്പൊടിയും കൂടെ മിക്സ് ചെയ്ത് ഇതുപോലെ സ്ക്രബാക്കി നമ്മുടെ ഫേസിലോട്ട് വെച്ച് മസാജ് ചെയ്യുക. ഇത് ആക്ച്വലി ഒട്ടും തന്നെ തരിതരിപ്പൊന്നും ഉണ്ടാവത്തില്ല കാപ്പിപ്പൊടി ആണെങ്കിൽ കൂടി. കാര്യം എന്താ വെച്ചാൽ അലോവേര ജെല്ല് ചേർത്ത് മിക്സ് ആക്കുമ്പോൾ മുഴുവനും അലിയും. കാര്യം ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ്. അത് പെട്ടെന്ന് അലിയും. ജസ്റ്റ് ഒരു ചെറിയൊരു ഇതേ ഉണ്ടാവുള്ളൂ. അത് വെച്ച് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. കോഫിക്ക് അല്ലെങ്കിലും പെട്ടെന്ന് നമ്മുടെ സ്കിന്നിനെ ബ്രൈറ്റൻ അപ്പ് ചെയ്യാനും
സൺ ടാൻ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി ഡെഡ് സെൽസ് ഒക്കെ റിമൂവ് ചെയ്ത് നല്ലൊരു ഗ്ലോ തരാനും ഹെൽപ്പ് ചെയ്യും. സൺ ടാൻ ആണെങ്കിൽ ഒറ്റ ദിവസത്തിൽ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഒരു ചേഞ്ച് അറിയാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ കണ്ടിന്യൂസ് ചെയ്യണം. അതിനായിട്ട് പാക്സ് ഒക്കെ ഒരുപാട് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ ഓരോന്നായിട്ട് കണ്ടു നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതൊക്കെ വളരെ യൂസ്ഫുൾ ആയിരിക്കും. സൺ ടാൻ ആണ് നിങ്ങളുടെ പ്രോബ്ലം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു 5 മിനിറ്റിൽ താഴെ മസാജ് കൊടുത്താൽ മതി. അതിനുശേഷം നമുക്ക് ആ കോഫി പൗഡറിൻ്റെ മിക്സ് മുഖത്തുനിന്ന് വാഷ് ചെയ്ത് കളയാം. സ്കിന്നിനെ ബ്രൈറ്റനപ്പ് ചെയ്യാനായിട്ട് ഭയങ്കര നല്ലതാട്ടോ. ഉറപ്പായിട്ട് നിങ്ങൾ ഈ ഒരു മെത്തേഡ് ചെയ്ത് നോക്കുക. ഒരു ഫേഷ്യലിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഫേസ് പാക്ക്. അതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം ഒരു അടിപൊളി ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഫേസ് പാക്ക് പ്രിപ്പയർ ചെയ്യാം. അതിനായിട്ട് നമുക്ക് വേണ്ടത് കടലമാവാണ്. കടലമാവ് ഞാനിവിടെ ഒരു 1.5 സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതില്ലേ ഞാൻ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ വരെ എനിക്ക് വലിയ പ്രതീക്ഷയൊന്നും ഇല്ലാതിരുന്ന ഒരു പാക്കാണ്. പക്ഷേ ഇത് അപ്ലൈ ചെയ്ത് അതിൻ്റെ റിസൾട്ട് കണ്ടപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ അത്ഭുതപ്പെട്ടു പോയി. അത്രമാത്രം റിസൾട്ട് ഉണ്ട്. നല്ല രീതിയിൽ സ്കിന്ന് ഗ്ലോ ആകുന്നുണ്ടായിരുന്നു. ബൗളിൽ കടലമാവ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഒപ്പം നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കസ്തൂരി മഞ്ഞളിൻ്റെ പൊടിയാണ്. കയ്യിലുള്ള ഏതൊരു മഞ്ഞളും ചേർത്ത് കൊടുക്കാം. എൻ്റെ കയ്യിൽ ഇതാണുള്ളത്, അതുകൊണ്ട് ഞാനിത് യൂസ് ആക്കുകയാണ്. നമുക്കിപ്പോൾ കറിക്ക് യൂസ് ആക്കുന്ന മഞ്ഞൾ അല്ലാതെ മുഖത്തിടാൻ പറ്റുന്ന മഞ്ഞളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് യൂസ് ആക്കാം. അങ്ങാടി കടകളിലൊക്കെ നല്ല മഞ്ഞളൊക്കെ കിട്ടും. കുഞ്ഞു കുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യുന്ന മഞ്ഞളാണെങ്കിൽ ഏറ്റവും നല്ലത്. പിന്നെ വീട്ടിലൊക്കെ നട്ടു വളർത്തുന്നവരാണെങ്കിൽ അതൊക്കെ യൂസ് ആക്കാം കേട്ടോ. നിങ്ങളുടെ സ്കിന്നിന് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് യൂസ് ആക്കാം. അടുത്തതായിട്ട് വേണ്ടത് കാപ്പിപ്പൊടിയാണ്. കാപ്പിപ്പൊടി മസ്റ്റാണ് ഈ ഒരു ഫേഷ്യലിന്. കാര്യം അത്രയും റിസൾട്ട് തരുന്ന ഒരു ഐറ്റമാണ് കേട്ടോ ഈ ഒരു കോഫി പൗഡർ. അടുത്തതായിട്ട് ഞാനിവിടെ ഈ ഒരു മാസ്ക് എന്ന് മാത്രമല്ല, നിങ്ങൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുള്ള ഏതൊരു മാസ്കും യൂസ് ആക്കാം. ഈ ഒരു ഇൻഗ്രീഡിയൻസ് ഒക്കെ നിങ്ങൾക്ക് പറ്റത്തില്ല എന്നാണെങ്കിൽ നിങ്ങൾ ഈ ഒരു പാക്ക് യൂസ് ആക്കാൻ നിൽക്കേണ്ട. ഇതിൽ കോഫി അല്ലെങ്കിൽ മഞ്ഞൾ ഇതൊന്നും നിങ്ങൾക്ക് സെറ്റാവില്ലെങ്കിൽ നിങ്ങൾക്ക് സെറ്റാവുന്ന അല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫേസ് പാക്ക് നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് യൂസ് ആക്കാം. ഓക്കെ, ഇനി അടുത്തതായിട്ട് കോഫി പൗഡർ 1 സ്പൂണോളം ഞാനിതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിശുക്കരുത്, കുറച്ചധികം കോഫി പൗഡർ ചേർത്ത് കൊടുക്കുക. സാധാരണ ഞാൻ 1/2 സ്പൂൺ എന്നൊക്കെയാണ് പറയാറ്. പക്ഷേ ഇത് ഫേഷ്യൽ ആയതുകൊണ്ട് നമ്മൾ ആഴ്ചയിൽ ഒരു തവണ മാത്രം ചെയ്യുന്നത് കൊണ്ടും കോഫി പൗഡറൊക്കെ ഇനഫ് ക്വാണ്ടിറ്റി ചേർത്ത് കൊടുക്കുക. ഈ ഒരു സംഭവങ്ങളെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആക്കുന്നുണ്ട്. കോഫി പൗഡർ ഉണ്ടല്ലോ, കാപ്പിപ്പൊടി, അത് പെട്ടെന്ന് തന്നെ ഇരുന്നിട്ട് നമുക്ക് ഡ്രൈ ആയി പോകും. എയറുമായിട്ട് കോൺടാക്റ്റ് വരുമ്പം പെട്ടെന്ന് കട്ട പിടിച്ച് പോകും. ഇത് ഇളക്കി കൊടുക്കാനായിട്ട് 1 സ്പൂൺ യൂസ് ചെയ്ത് ഇളക്കി കൊടുക്കുക. എന്നിട്ട് പാല് യൂസ് ചെയ്ത് മിക്സ് ആക്കുക. പാല് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് റെജുവിനേറ്റ് ചെയ്യും. ഇനി സൺ ടാൻ ആണ് നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്നുണ്ടെങ്കിൽ പാലിന് പകരമായിട്ട് നമുക്ക് തൈര് യൂസ് ആക്കാം. ക്ലെൻസിങ്ങിനല്ല, ഈ ഒരു സമയത്ത് മാത്രം പാലിന് പകരം തൈര് യൂസ് ആക്കാം. ക്ലെൻസ് ചെയ്യുന്ന സമയത്ത് പാല് തന്നെ യൂസ് ആക്കുന്നതാണ് കേട്ടോ കുറച്ചും കൂടെ നല്ലത്. ഞാൻ അതേ ട്രൈ ചെയ്തിട്ടുള്ളൂ. ക്ലെൻസിങ്ങിന് ഞാൻ തൈര് യൂസ് ചെയ്തിട്ടില്ല. നിങ്ങൾ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ എക്സ്പീരിയൻസ് താഴെ കമൻറ്റ് ബോക്സിൽ പറയൂ. നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല രീതിയിൽ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് കുറച്ച് ലൂസായിട്ട് തോന്നി. കൺസിസ്റ്റൻസി കറക്റ്റ് ചെയ്യാനായിട്ട് ഞാൻ കുറച്ചും കൂടെ കടലമാവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കടലമാവ് നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് സോഫ്റ്റ് ആക്കും. അതുപോലെ തന്നെ സ്കിന്നിനെ ബ്രൈറ്റൻ അപ്പ് ചെയ്യാനും സൺ ടാൻ ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. എക്സ്ഫോളിയേഷൻ നല്ല രീതിയിൽ തരുന്ന ഒരു ഐറ്റമാണ് കോഫി പൗഡറും അതുപോലെ തന്നെ നമ്മുടെ കടലമാവും. നന്നായിട്ട് സ്കിൻ എക്സ്ഫോളിയേറ്റ് ചെയ്യും. ഡെഡ് സെൽസ് ഉണ്ട്, സ്കിന്നൊക്കെ ഡള്ളായിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ നീക്കം ചെയ്യാനായിട്ട് സഹായിക്കും. പിന്നെ ഈ ഒരു 2-3 സ്റ്റെപ്പ് നമ്മൾ അടുപ്പിച്ച് ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് തന്നെ പൊടി പടലങ്ങൾ പറ്റിപ്പിടിച്ചതിൻ്റെ ഡൾനെസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറി സ്കിന്നൊന്ന് ഫ്രഷ് ആൻഡ് വൈബ്രൻ്റ് ആവാനായിട്ട് സഹായിക്കും. ഭയങ്കര കട്ടിയുള്ളതും തരിതരിപ്പുള്ളതുമായിട്ടുള്ള ഫേസ് സ്ക്രബൊന്നും നമ്മളിതിൽ യൂസ് ആക്കിയിട്ടില്ല. കാര്യം വേറൊന്നുമല്ല, നമ്മളിപ്പോൾ സ്കൂൾ കുട്ടികൾ, അതായത് ഒരു 15 വയസ്സിന് മുകളിലുള്ള കുട്ടികളെയും കൺസിഡർ ചെയ്തിട്ടാണ് ഈ ഒരു ഫേഷ്യൽ ചെയ്തിട്ടുള്ളത്. സോ നിങ്ങൾക്ക് ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ചെയ്ത് കൊടുക്കാം, ഏതൊരു ടിപ്പായാലും. അതുകൊണ്ട് തന്നെ ഒത്തിരി എക്സ്ഫോളിയേഷൻ നിങ്ങൾക്ക് ആവശ്യം വരില്ല. അതുപോലെ ഞാനിതിൽ അത് ഇൻക്ലൂഡും ചെയ്തിട്ടില്ല. കാപ്പിപ്പൊടിയാണ് യൂസ് ആക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത് ഭയങ്കരമായിട്ട് അലിഞ്ഞു പൊക്കോളും. അപ്പോൾ നമുക്ക് സ്കിന്നിൽ വെച്ചിട്ട് സ്ക്രബ് ചെയ്യാനായിട്ട് ഒട്ടും തരിതരിപ്പുണ്ടാവില്ല. അങ്ങനത്തെ കാപ്പിപ്പൊടി വേണം എടുക്കാനായിട്ട്. ഒരിക്കലും നിങ്ങൾ ഹാർഡായിട്ടുള്ള ഒരു സാധനവും എടുക്കരുത്. പിന്നെ നിങ്ങൾക്ക് സെറ്റ് ആവില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ ചെറിയ പ്രായത്തിലുള്ള കുട്ടികളാണെങ്കിൽ ഒന്നും യൂസ് ആക്കരുത്. ഇടയ്ക്ക് കൊച്ചു കുട്ടികളൊക്കെ കമൻറ്റ് ചെയ്ത് ചോദിക്കാറുണ്ട്, വളരെ ചെറിയ പ്രായത്തിൽ ഇതൊക്കെ യൂസ് ആക്കാമോ എന്ന്. നിങ്ങൾക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ കുഞ്ഞു കുട്ടികൾക്ക് യൂസ് ആക്കുന്ന പ്രോഡക്റ്റ്സ് യൂസ് ചെയ്യാം, ബേബി പ്രോഡക്റ്റ്സ് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ വീട്ടിലൊക്കെ പറയുമല്ലോ കുഞ്ഞു മക്കൾക്ക് വേണ്ടിയിട്ടുള്ളത്, അത് മാത്രം ചെയ്ത് കൊടുത്താൽ മതി. 15 വയസ്സിന് മുകളിലോട്ടോ 18-20 വയസ്സൊക്കെ ആകുന്ന സമയത്ത് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ചെയ്ത് നോക്കാം. എന്നിരുന്നാലും ഇനി എത്ര പ്രായമുള്ളവരാണെങ്കിലും നിങ്ങളുടെ സ്കിന്നിന് സ്യൂട്ടബിൾ അല്ലാത്ത ഒരു സാധനവും നിങ്ങൾ ചെയ്യണ്ട കേട്ടോ.
നിങ്ങൾക്ക് ഏതാണോ പറ്റുന്നത് അത് മാത്രം നിങ്ങൾ ചെയ്താൽ മതി. ആദ്യമായിട്ടൊക്കെ ചെയ്യുമ്പം ചിലർക്ക് സെറ്റ് ആവത്തില്ല. പക്ഷെ ഞാൻ ഇതുവരെ ഒരു സാധനവും യൂസ് ചെയ്തിട്ട് എനിക്ക് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ ഞാൻ ഒന്നും അങ്ങനെ എക്സ്പെരിമെൻ്റൽ ബേസിൽ എൻ്റെ ഫേസിലോട്ട് അപ്ലൈ ചെയ്യാറുമില്ല. അതുകൊണ്ടായിരിക്കാം ഞാൻ ഇതുപോലെ നാച്ചുറലായിട്ടുള്ള ഐറ്റംസാണ് കൂടുതലും പ്രിഫർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇതുവരെ അങ്ങനെ ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു എഫക്റ്റ് എനിക്കിതുവരെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് എനിക്കതിനെപ്പറ്റി അറിയില്ല കേട്ടോ. പിന്നെ മുഖക്കുരുവൊക്കെ ഒരുപാട് വരുന്ന സമയത്ത് ഞാൻ തൈര്, പാല് തുടങ്ങിയവ ഒന്നും യൂസ് ചെയ്യത്തില്ലായിരുന്നു. ചെറിയ പ്രായത്തിൽ എനിക്ക് പാലും സെറ്റ് ആവത്തില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഇതുപോലെ വളരെ കുറച്ച് മൈൽഡായിട്ട് യൂസ് ചെയ്തിട്ട് പിന്നെ നല്ല ഒരു മോയ്സ്ചറൈസറും നല്ല രീതിയിൽ സ്കിൻ കെയർ ഒക്കെ ഫോളോ ചെയ്താൽ വേറെ ഒരു പ്രശ്നവും എനിക്കുണ്ടായിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ സെറ്റ് ആവുന്നത് അത് മാത്രം യൂസ് ആക്കുക. പാലൊക്കെ സെറ്റ് ആവാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് കറ്റാർവാഴയുടെ നീര് ചേർത്ത് കൊടുക്കാം. ഫേസ് പാക്ക് മിക്സ് ആക്കുന്ന സമയത്ത് അതല്ലാന്നുണ്ടെങ്കിൽ റോസ് വാട്ടറും യൂസ് ആക്കാവുന്നതാണ്. എന്നിട്ട് നമ്മൾ ഈ ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്ത് ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ ഇങ്ങനെ തന്നെ ഫേസിൽ വെച്ചേക്കുക. ഇങ്ങനെ തന്നെ വെച്ചിരുന്നതിന് ശേഷം നമ്മൾക്ക് കുറച്ച് നേരം കിടക്കുക എന്ന് വെച്ചാൽ ഇത് നമ്മുടെ സ്കിന്നിലോട്ടൊന്നും സാഗായി വരത്തില്ല. ഇച്ചിരി കട്ടിയുണ്ടല്ലോ ഈ പാക്കൊക്കെ, സ്കിന്ന് സാഗ് ആവാതിരിക്കാനാണ് കിടക്കാനായിട്ട് പറയുന്നത്. അതിനുശേഷം വാഷ് ചെയ്താൽ മതി. നല്ല രീതിയിൽ വ്യത്യാസമുണ്ട്. ഇപ്പം തന്നെ നല്ല ഗ്ലോ വന്നിട്ടുണ്ട്. എൻ്റെ കൈ ഞാൻ കാണിക്കുന്നത് എന്താ വെച്ചാൽ നഖത്തിൽ ഒരു നീല നിറം കാണാൻ പറ്റുന്നുണ്ടോ? ഇതൊരു നെയിൽ പോളിഷ് ഇട്ട് റിമൂവ് ചെയ്തിട്ടും ആ നീല നിറം പോണില്ല. ഇങ്ങനത്തെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാം കേട്ടോ. ഇതുപോലെ കളർ സ്റ്റെയിൻ ഇങ്ങനെ കയ്യിലുണ്ടാവുന്നത് ആദ്യമായിട്ടാണ്. ഇത്രയും ഇതിലും പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള നെയിൽ പോളിഷൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിലും അത് പോകുമായിരുന്നു. നെയിൽ പോളിഷ് റിമൂവ് ചെയ്താൽ പോകേണ്ടതാണ്. പക്ഷേ ഇത്തവണ പോകുന്നേ ഉണ്ടായിരുന്നില്ല. ഇനി എന്ത് ചെയ്യണം എന്ന് എനിക്കറിയില്ല. എന്തെങ്കിലും സൊല്യൂഷനൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയൂ കേട്ടോ. ഞാനിവിടെ അതിനുശേഷം അലോവേര ജെല്ല് യൂസ് ചെയ്ത് സ്കിൻ ഒന്നും കൂടെ മോയ്സ്ചറൈസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ യൂസ് ആക്കുന്ന ഏതൊരു മോയ്സ്ചറൈസറും യൂസ് ചെയ്യാം. സ്കിൻ നന്നായിട്ട് ഗ്ലോ ആവാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ സാറ്റർഡേ സൺഡേ ഒക്കെ ലീവൊക്കെ ഉള്ളപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കുക. ഏതെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ പോകാനുണ്ടെങ്കിൽ അതിന് മുന്നേ ആയിട്ടും ചെയ്ത് കൊടുക്കുക. സ്കിൻ നന്നായിട്ട് സോഫ്റ്റ് ആകും. ഒരു ദിവസം ചെയ്തിട്ട് നിർത്തി അങ്ങ് പോകരുത്. നമ്മുടെ പാക്സ് ഒക്കെ ഉണ്ട്, അതൊക്കെ ആഴ്ചയിൽ 3 ദിവസമൊക്കെ വെച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കുക. സ്ക്രബിംഗ് ഒക്കെ പ്രോപ്പറായിട്ട് ചെയ്തിട്ട് ഈ ഒരു ഫേഷ്യൽ ആഴ്ചയിൽ ഒരിക്കൽ മാത്രം ചെയ്ത് കൊടുത്താൽ മതി. 2 ആഴ്ചയൊക്കെ കൂടുമ്പോൾ ചെയ്താലും കുഴപ്പമില്ല കേട്ടോ. എപ്പോഴാണോ സമയമുള്ളത് അപ്പോൾ ചെയ്ത് കൊടുക്കുക. ഭയങ്കര നല്ലതാണ്. സ്കിന്നിനെ നന്നായിട്ട് സൂത്തൻ ചെയ്യും, ബ്രൈറ്റൻ ചെയ്യും. എല്ലാവർക്കും ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിൽ വെച്ചിട്ട് ശ്രദ്ധിച്ച് ചെയ്താൽ മതി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. വളരെ വളരെ യൂസ്ഫുൾ ആയിരിക്കും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. പോസിറ്റീവായിട്ടുള്ള കമൻറ്റ്സ് ഉണ്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി. അപ്പോൾ അത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആണെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ ഉടനെ കാണാം. ബൈ.